ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാമിലി സ്റ്റാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഴ പെയ്യുന്നതുകൊണ്ട് സൗണ്ടിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലെ രാത്രി ഞാനിങ്ങനെ വീഡിയോസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഒരു വീഡിയോ കണ്ടു. അതായത് നമ്മുടെ കിരൺ എന്ന വ്യക്തി, കിരണിനെ അറിയാലോ, അറിയാത്തവരായി ആരും കാണത്തില്ല. നമ്മുടെ വിസ്മയ കേസിലെ പ്രതി, അതുപോലെ തന്നെ വിസ്മയുടെ ഹസ്ബൻഡായിരുന്ന വ്യക്തി കിരൺ, അവന് ജാമ്യം കിട്ടുന്നതും അതുപോലെ തന്നെ അവൻ ജാമ്യം കിട്ടിയ അവൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ അവൻ്റെ ശിക്ഷയിൽ ഇളവ് വരുത്താൻ പോകുന്നു എന്നൊരു ന്യൂസും കൂടിയാണ് കേട്ടത്. അപ്പോൾ അത് നേരത്തെ ആണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്കത് കണ്ടപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് സംസാരിക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് തന്നെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് കേസുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഒരുപാട് പെൺകുട്ടികൾ ഇതുപോലെ മരിക്കുന്നുണ്ട്. ഒരുപാട് ക്രൂര പീഡനങ്ങൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് അനുഭവിച്ച് ഒരുപാട് പെൺകുട്ടികൾ മരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഈ മരിക്കുന്ന പെൺകുട്ടികളുടെ സ്വന്തം വീട്ടിലുള്ളവർ തന്നെയാണ്, സ്വന്തം അച്ഛനും അമ്മയും തന്നെയാണ് ഇവരെ കൊലക്കി കൊടുക്കുന്നതെന്ന് തന്നെ ഞാൻ പറയും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രശ്നം വന്നു, ഇപ്പോൾ കല്യാണം കഴിച്ച് വിടുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും എല്ലാ ഫാമിലിയിലും. ഇപ്പോൾ തീരെ സഹിക്കാൻ പറ്റുന്നില്ല, അവരുടെ കൂടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് ഈ പെൺകുട്ടികൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരാഴ്ചയാവും. ഒരാഴ്ചയ്ക്ക് മുന്നേ തന്നെ ഈ നാട്ടുകാർക്ക് ഒരു ചൊറിച്ചിലുണ്ട് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഈ നാട്ടുകാർക്ക് ചൊറിഞ്ഞിട്ട് നിൽക്കാൻ മേലാതെ ഈ വീട്ടിലുള്ളവരോട് വന്ന് ചോദിക്കുന്നത്, അതെന്നെ പിണങ്ങി വന്നതാണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പിന്നെ വീട്ടുകാർക്ക് നിൽക്കാൻ മേലാതാവും. ഉടനെ അവർ പറയുന്ന നാട്ടുകാരെല്ലാം ചോദിക്കാൻ തുടങ്ങി, നീ സഹിച്ച് ക്ഷമിച്ച് നിൽക്കുക, അമ്മ ഇങ്ങനെയൊക്കെയല്ലേ ജീവിക്കുന്നത്, ഞങ്ങളെല്ലാവരും ഇങ്ങനെയാണ്, ഭർത്താക്കന്മാരാകുമ്പോൾ ദേഷ്യം ഉണ്ടാവും, ഒന്ന് അടിച്ചെന്ന് വരും, അതൊക്കെ സഹിക്കണം, ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടികളെ അവരത്രയും വേദനകൾ സഹിച്ചു എന്ന് പറഞ്ഞിട്ട് പോലും അവരുടെ എന്താണ് പറയുന്നത്, നാട്ടുകാരുടെ വർത്തമാനങ്ങൾ ശ്രദ്ധിക്കണം, അവർ നാണം കെടരുത്, പേരൻസ് സ്വന്തം മക്കൾ നല്ല രീതിയിൽ ജീവിക്കണം, അവരടി കിട്ടി തൊഴി കിട്ടിയാലും അവർ ഭർത്താവിൻ്റെ വീട്ടിൽ ഹാപ്പി ആയിട്ട് ജീവിക്കണം, ഇതൊക്കെ പറഞ്ഞു നടക്കാൻ വേണ്ടി അവരവിടെ പോയി നിന്നേ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഓരോ സെൻറ്റിമെൻ്റലും കാര്യങ്ങളും പറയുമ്പം ആ പെൺകുട്ടികളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത്, അയ്യോ ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും നാണക്കേടാണല്ലോ, ഞാൻ നല്ലതായിട്ട് ജീവിക്കട്ടെ, എന്താണേലും സഹിച്ചും ക്ഷമിച്ചും ആണെങ്കിലും നമുക്ക് പോയി ജീവിക്കുക എന്ന് പറഞ്ഞ് വീണ്ടും ഇവൻ്റെയൊക്കെ അടുത്തേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞ് അനുഭവിച്ച് ഏറ്റവും അവസാനം വീട്ടിൽ ചെന്നാലും ഇതാണല്ലോ അവസ്ഥയെന്ന് ഓർത്ത് ഈ പെൺകുട്ടികളെല്ലാം എന്ത് ചെയ്യും, ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ലാസ്റ്റ് ഈ കാലന്മാർ തല്ലിക്കൊല്ലുക തന്നെ ചെയ്യും. തല്ലിക്കൊന്നതിന് ശേഷം അയ്യോ എൻ്റെ മോള് പോയേന്നും പറഞ്ഞ് നാണമില്ലാതെ ഇരുന്ന് അലറുന്നതിലും എത്രയോ ഭേദമാണ്. അവർക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അവരെ സ്വന്തം വീട്ടിൽ അച്ഛനും അമ്മയും മരിക്കുന്ന കാലം വരെ അച്ഛനും അമ്മയും കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് അവരെ സ്വന്തം വീട്ടിൽ കൊണ്ട് നിർത്തിക്കൂടെ നിങ്ങൾക്ക്? സത്യം പറഞ്ഞു കഴിഞ്ഞാലില്ലേ, ഇനിയുള്ള തലമുറയിലുള്ള പെൺകുട്ടികളെ നമ്മൾ വളർത്തുന്ന അച്ഛനും അമ്മയും എന്താണ് അവരെ പറഞ്ഞ് വളർത്തേണ്ടതെന്ന് അറിയാമോ? നിങ്ങൾ കല്യാണം കഴിച്ച് ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോഴേ അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ വളർത്തുക തന്നെ ചെയ്യണം. കാരണം ഇനിയൊരു നിങ്ങളൊരു കല്യാണം കഴിച്ച് ഒരു വീട്ടിൽ ചെന്ന് കയറുമ്പോൾ അവിടെ എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും നിങ്ങളത് മുഴുവൻ സഹിക്കണം എന്ന് പറയുന്നതിന് പകരം അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിങ്ങൾ ഒറ്റയ്ക്കാകില്ല. നിങ്ങൾ ഏത് നിമിഷം വന്നാലും അച്ഛനും അമ്മയും ഈ വീട്ടിൽ കയറ്റും. ഒരു ബുദ്ധിമുട്ടുകളും മോക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായും അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് വരിക. അതിൽ യാതൊരു നാണക്കേടും നീ വിചാരിക്കേണ്ട എന്ന് പറഞ്ഞ് വളർത്താം. ഞാൻ ഇന്നൊരു ഷോർട്സ് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച്. എന്ന് പറഞ്ഞ് തന്നെ നമ്മുടെ പെൺകുട്ടികളെ വളർത്തുക. കാരണം ഇപ്പം ഞാനൊരു അമ്മയായതിനു ശേഷം എനിക്ക് ആ വികാരം മനസ്സിലാവുന്നുണ്ട്. നമ്മൾ കൊഞ്ചിച്ച് ലാളിച്ച് നമ്മൾ എങ്ങനെയൊക്കെയാണോ ഒരു ബുദ്ധിമുട്ടും എൻ്റെ കുഞ്ഞിന് വരരുത് എന്ന് പറഞ്ഞാണ് നമ്മൾ നമ്മുടെ പിള്ളേരെ വളർത്തുന്നത്. അപ്പോൾ ഇത്രയും വളർത്തി ഇത്രയും വർഷം നമ്മുടെ കൂടെ ജീവിച്ചിട്ട് വേറൊരാടെ കൈപിടിച്ച് അയക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഒരു വിഷമം അത് പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ല. എന്നിട്ട് പോലും നമ്മൾ സഹിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് അവരെ ബലി കൊടുക്കാൻ വേണ്ടി ആയിരിക്കരുത്. അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അവരുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യും. ഈ വിസ്മയ കേസിൽ തന്നെയാണെങ്കിലും ആ പെൺകുട്ടി വിളിച്ചു പറയുന്ന വോയിസ് ഒക്കെ നമ്മുടെ ഉണ്ട്, അച്ഛാ എനിക്ക് പറ്റുന്നില്ല, അച്ഛനെ ഫോൺ വിളിക്കാൻ സമ്മതിക്കുന്നില്ല, അതായത് എനിക്ക് പറ്റുന്നില്ല, എന്നെ കൊണ്ടുപോയെന്ന് പറഞ്ഞ് കൊണ്ടുപോയ പുള്ളി പകുതിക്ക് വെച്ചിട്ട് ഈ വിസ്മയനെ തിരിച്ച് വീണ്ടും കൊണ്ടുവിടുകയാണ് ചെയ്യുന്നത്. ആ അച്ഛൻ തന്നെയാണ് ആ മകളെ കൊലക്ക് കൊടുത്തതെന്ന് പറയാം. ആ വോയിസും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്, അച്ഛൻ പറയുന്നതും നമ്മൾ കേട്ടതാണ്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ അച്ഛൻ അന്ന് ആ മകളെ വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു. ആ മകളുടെ വാക്ക് കേട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നെങ്കിൽ അതിൻ്റെ ജീവൻ തിരിച്ചു കിട്ടത്തില്ലായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു ന്യൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിഭജിക എന്ന പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ ആ കുഞ്ഞു ജീവനും മരിച്ചത്, ആത്മഹത്യ ചെയ്തതിൽ അവർക്ക് പങ്കുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഷേമിങ് പറയാൽ ഇതുപോലെ ഒരു കോന്തനെ ഇത്രയും നല്ല പെണ്ണിന് കെട്ടിച്ചു
കെട്ടിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വയം മനസ്സിലാവുക തന്നെ ചെയ്യും. എന്താണ്? കാശാണ്. ക്യാഷ് മാത്രമാണ് കാര്യം, അല്ലാതെ ഒന്നുമല്ല. അവൻ നല്ല ക്യാഷുള്ള വീട്ടിലെ ഒരുത്തനായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലിരിക്കുന്ന ഒരു മറ്റവന് കല്യാണം കഴിച്ചതൊരു ക്യാഷിൻ്റെ വില തന്നെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് ഒരു വിചാരമുണ്ട്, എൻ്റെ മക്കൾ, എൻ്റെ പെൺകൊച്ചാണെങ്കിൽ അവിടെ വലിയ ക്യാഷുകാരൻ്റെ കൂടെ ജീവിക്കുന്ന അവളെ അവൻ പുറത്തേക്ക് കൊണ്ടുപോയി, അതൊക്കെ വലിയ ഇതായിട്ട് പറയാനുള്ള ഒരു ഇതിന് വേണ്ടി, ക്യാഷ് ഉള്ളവർക്ക് വേണ്ടി മാത്രം കെട്ടിച്ചു കൊടുക്കുക. സത്യം പറഞ്ഞാൽ കൂലിപ്പണിക്കാരനാണെങ്കിൽ പോലും നോക്കാൻ, സ്നേഹിക്കാൻ മനസ്സുള്ള ഒരുത്തന് ക്യാഷ് ഇച്ചിരി കുറവാണെങ്കിലും അങ്ങനെയുള്ള അവന്മാർക്ക് കെട്ടിച്ചു കൊടുക്കുക. അല്ലാതെ ഈ ക്യാഷ് നോക്കി ഇങ്ങനെ ഇരിക്കുന്ന അവന്മാരെ ഇത്രയും ഇതായിട്ടുള്ള, അവനാണെങ്കിൽ എന്താണ് പറയുന്നത്, ആണും പെണ്ണും കെട്ട രീതിയിൽ നടക്കുക എന്ന് പറയാം. അതുപോലെയാണ് അവൻ നടക്കുന്നത്. പുറമേ ആണും അവൻ മാത്രമുള്ളപ്പോൾ അവൻ പെണ്ണുമാണ്. എന്ത് ജന്മങ്ങളാണല്ലേ. സത്യം പറഞ്ഞാൽ ആ പിഞ്ചു കുഞ്ഞിനെ കൊണ്ട് മരിക്കണമെങ്കിൽ ആ പെൺകുട്ടി അത്രയും അധികം സഹിച്ചു കാണും. ആ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് വോയിസും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്, നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും അവരിരുന്ന് മോങ്ങുന്നുണ്ടല്ലോ. ഇപ്പം മോങ്ങിയിട്ട് എന്ത് കാര്യമാണുള്ളത്? ഇതുപോലെയുള്ള അവന്മാർക്കൊക്കെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ക്യാഷ് മാത്രമല്ലേ നോക്കിയിട്ട്, പിന്നെ ഇപ്പം ഇരുന്ന് മോങ്ങിയിട്ടൊന്നും വലിയ കാര്യമില്ല. അല്ലേ തന്നെ ഇത്രയും സ്ത്രീധനം ചോദിച്ച് ഒരു പെൺകുട്ടീനെ ഒരിടത്തേക്കും അയക്കാതിരിക്കുക, അത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം. സത്യം പറഞ്ഞാൽ സ്വന്തം മാതാപിതാക്കൾ തന്നെയാണ് സ്വന്തം പെൺകുട്ടികളെ കൊലയ്ക്ക് കൊടുക്കുന്നതെന്ന് പറയാം. അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പോലും പിടിച്ച് നിർത്താതെ എല്ലാം അത് മാറും എന്ന് പറഞ്ഞ് അവരെ വീണ്ടും കൊലക്കയറിലേക്ക് അയച്ചു പിടിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ കിരൺ എന്ന വ്യക്തി, അവൻ്റെ നിപ്പൊക്കെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, എനിക്ക് അതാണ് ദേഷ്യം വന്നത്. കാരണം അവൻ്റെ നിപ്പൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ഏതാണ്ട് രാജ്യത്തിന് വേണ്ടി ഏതാണ്ടൊക്കെ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിന്റെ പ്രശംസ ഏറ്റുവാങ്ങാൻ വന്ന് നിൽക്കുന്ന പോലെയാണ്. മറ്റവന്റെ നിപ്പ് കൊണ്ട് അവന്റെ മോന്നക്കുറ്റിന് തുറന്നു കൊടുക്കാൻ തോന്നുന്നു. ഒരു പെണ്ണിനെ കൊലക്കി കൊടുത്തിട്ടുള്ള നിപ്പാണ്. പക്ഷെ അവനൊക്കെ പുറത്തു വരിക, അവന് ശിക്ഷ തന്നെ ഇല്ലാതായി അവൻ പുറത്തു വരിക തന്നെ ചെയ്യും. കാരണം അത്രയൊക്കെ ഉള്ളു നിയമവും കാര്യവും എന്ന് നോക്കാം. നമ്മുടെ കയ്യിലുള്ള ജീവൻ പോയി കഴിഞ്ഞാൽ പോയതാണ്. അതുപോലെ തന്നെ എനിക്ക് പെൺകുട്ടികളോട് പറയണം, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് വീട്ടുകാരില്ലെങ്കിൽ അതിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കുക. അല്ലാതെ ഒരിക്കലും നമ്മുടെ പിഞ്ചു കുഞ്ഞിനെ വെച്ചിട്ട് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങാതിരിക്കുക. അത് ഏറ്റവും നമ്മൾ ചെയ്യുന്ന മണ്ടത്തരമാണെന്ന് വിചാരിക്കുക. എനിക്ക് ഇതിനെക്കുറിച്ച് ഇത്രയെങ്കിലും പറയാനുണ്ട്. ഇനിയുള്ള പേരൻസ് എങ്കിലും സ്വന്തം മക്കളുടെ ജീവൻ, അവർക്ക് എന്തെങ്കിലും കല്യാണം കഴിച്ച വീട്ടിൽ പ്രശ്നമുണ്ടെങ്കിൽ അവരുടെ കൂടെ നിൽക്കുക, അല്ലാതെ ഭർത്താക്കന്മാരുടെ കൂടെ നിന്ന് അവരെ വീണ്ടും കൊലക്കയറിലേക്ക് നിങ്ങൾ പറഞ്ഞു വിടാതിരിക്കുക.